വി.ഡി. സതീശനെയും പി.കെ. കുഞ്ഞാലിക്കുട്ടിയെയും കടന്നാക്രമിച്ച വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസിനെ നശിപ്പിക്കുന്ന പാർട്ടിക്കുള്ളിലെ കുലംകുത്തിയാണ് വി.ഡി. സതീശൻ. മാന്യമായി പെരുമാറാനാണ് ആദ്യം പഠിക്കേണ്ടതെന്നും വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം സമുദായത്തെയല്ല താൻ വിമർശിക്കുന്നതെന്നും മുസ്ലിം ലീഗിനോടാണ് തന്റെ വിയോജിപ്പെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടി. അധികാരം കിട്ടാനായി ഭ്രാന്തനെ പോലെ പെരുമാറുകയാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു. അമൃത ടിവിയുടെ വാക്ക് മറുവാക്കിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കാൻ ഒരുക്കമല്ല വെള്ളാപ്പള്ളി നടേശൻ. പക്വതയും വിനയവുമാണ് പ്രധാനമായും ഒരു നേതാവിന് വേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസിനെ നശിപ്പിക്കാൻ പാർട്ടിക്കുള്ളിലെ കുലംകുത്തിയായി വി.ഡി. സതീശൻ മാറിയെന്ന് വെള്ളാപ്പള്ളി ആഞ്ഞടിച്ചു. അത് ഇപ്പോൾ ആരുമാണെന്ന് ഒരു തോന്നല്. കോൺഗ്രസിനകത്ത് കോൺഗ്രസ് നശിപ്പിക്കാൻ ഒരു കുലംകുത്തിയായിട്ടാണ് ഇദ്ദേഹം നിൽക്കുന്നത്. എന്തു ചെയ്യും? ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ? മാത്രമല്ല, ഇങ്ങനെ വേറൊരുണ്ട് തന്തയുടെ പ്രായമുള്ള ആളിനെ പോലും ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരു നേതാവ്. നമ്മൾ ഒരുപാട് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ്സുകാരനും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പെരുമാറുന്ന ആരെങ്ങളുണ്ട്. ഇതൊക്കെ കാണിക്കുമ്പോൾ, ഈ പെരുമാറ്റം കാണിക്കുമ്പോൾ ഇദ്ദേഹം ഏതാണ്ട് ദൈവപുത്രനായിട്ട് ആളുകൾ കണക്കാക്കുന്നതാണ്. അതേസമയം വർഗീയത വിളമ്പാനാണ് താൻ വാതുറക്കുന്നത് എന്ന ആക്ഷേപത്തിനും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിക്കുകയാണ്. മുസ്ലിം സമുദായത്തോടല്ല, മുസ്ലിം ലീഗിനോടാണ് തന്റെ വിയോജിപ്പ്. സമുദായത്തെ അധിക്ഷേപിക്കുന്നതായി ട്വിസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്. ഭരണം കിട്ടാനായി കുഞ്ഞാലിക്കുട്ടി ഒരു ഭ്രാന്തനായി മാറിയിരിക്കുകയാണെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു. കുഞ്ഞാലിക്കുട്ടിയൊക്കെ കുറേ കൂടെ മാന്യമായി പെരുമാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹം ഇന്ന് ഭരണം കിട്ടാൻ വേണ്ടിയിട്ടൊരു ഭ്രാന്തനായി മാറിയിരിക്കുകയാണ്. അതിന് ഏറ്റവും അതിന് കരുവായി എന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പറയാനുള്ളത് എവിടെയും പറയുമെന്നും തന്റെ വായടക്കാമെന്ന് ആരും കരുതേണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.